ചിങ്ങം രാശിക്കാരെ, ഒന്ന് നിൽക്കൂ. ഈ നിമിഷം നിങ്ങൾ ഇവിടെ എത്തിയത് യാദൃച്ഛികമല്ല. ആകാശത്തിലെ ഗ്രഹങ്ങൾ ഒരു പ്രത്യേക സന്ദേശം ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ചില ചോദ്യങ്ങളുമായി കഴിയുന്നുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി എന്തു ഭവിക്കും? ഈ സംഘർഷങ്ങൾ എന്നാണ് അവസാനിക്കുക? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തയ്യാറായി നിൽക്കുന്നു. ചിങ്ങം രാശി, സിംഹത്തിന്റെ രാശി. ഈ ഭൂമിയിൽ ജനിച്ച ഏറ്റവും ശക്തരായ ആത്മാക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ ജ്വലിക്കുന്നുണ്ട്. ആ തീ ഒരിക്കലും അണയുകയില്ല. പക്ഷേ ചിലപ്പോൾ ആ ജ്വാല എങ്ങോട്ട് തിരിയണം എന്നറിയാതെ നിങ്ങൾ ഉഴലുന്നുണ്ടാകും. ആ ഉഴലിൽ ഇനി ഇല്ലാതാകും. കാരണം ഇപ്പോൾ ആകാശം നിങ്ങൾക്കായി ഒരു വലിയ വഴി തുറന്നിരിക്കുന്നു. അധികാരം, വിജയം, അംഗീകാരം, ഇവ ഒന്നൊന്നായി നിങ്ങളെ തേടി വരാൻ ഒരുങ്ങുകയാണ്. ഈ വരുന്ന ദിവസങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഒരു സാധാരണ കാലഘട്ടമല്ല. ഇത് ഒരു ജ്യോതിഷ് പ്രവചനം മാത്രമല്ല. ഇത് ഒരു ദൈവിക മുന്നറിയിപ്പാണ്. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ചലിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ കർമ്മഫലം ഒരു പൂർണ്ണ വൃത്തം വരച്ച് തിരിച്ചെത്തുകയാണ്. കഷ്ടപ്പാടിന്റെ കണ്ണുനീർ ഒഴുക്കിയ ദിനങ്ങൾ ഇനി ഒരു പ്രതിഫലത്തിന് വഴി മാറാൻ പോകുന്നു. നിങ്ങൾ ഒരിക്കൽ സ്വപ്നം കണ്ടതൊക്കെ ഇനി സത്യമാകാൻ കൊതിക്കുന്നതൊക്കെ ആ നിമിഷം ഇതാ അടുത്തുവരുന്നു. ഈ വഴി ഇത്ര സുഗമമായിരിക്കുമോ? ഇടയ്ക്ക് ചില കടമ്പകൾ ഉണ്ടാകും, ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഓരോ കടമ്പയ്ക്കും ഒരു ദൈവിക ഉദ്ദേശ്യമുണ്ട്. ആ ഉദ്ദേശ്യം മനസ്സിലാക്കുന്ന ആളാണ് ചിങ്ങം രാശിക്കാർ. ജ്ഞാനവും ധൈര്യവും ഒരുമിച്ച് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈ രാശിക്കാർക്ക് ഇനി വരുന്ന കാലം ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ ഉണ്ടാകും? ഏതൊക്കെ മേഖലകളിൽ ഈ വിജയം വന്നെത്തും? അതൊക്കെ ഇവിടെ വിശദമായി പറയാം. ശ്രദ്ധയോടെ കേൾക്കൂ, കാരണം ഒരു ഒറ്റ വാക്കുപോലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ഇത് ഇപ്പോൾ കാണുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ദൈവം തന്നെ നിശ്ചയിച്ചതാണ്. ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ഇഷ്ടദേവരുടെ അനുഗ്രഹത്തോടെ ആരംഭിക്കാം. ഈ വീഡിയോ കണ്ട് മനസ്സിൽ ആശ്വാസം തോന്നുന്ന ഓരോ ചിങ്ങം രാശിക്കാരും ദയവായി ഇപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവരുടെ നാമം ടൈപ്പ് ചെയ്യൂ. ആ ഒരു നാമം ടൈപ്പ് ചെയ്യുന്ന നിമിഷം ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി നിറയ്ക്കും, ഒരു ഉറ്റ ആത്മവിശ്വാസം നൽകും. ഇത് ഒരു ആത്മീയ ക്രിയയാണ്. ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഈ സന്ദേശം ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ദൈവിക സന്ദേശം ഒരു ഇഷ്ടം നൽകി ആദരിക്കൂ. നിങ്ങൾക്ക് ചുറ്റും ചിങ്ങം രാശിക്കാർ ഉണ്ടെങ്കിൽ ഈ സന്ദേശം അവർക്ക് കൂടി എത്തിക്കൂ. ചിലർക്ക് ഈ സന്ദേശം ഒരു ജീവിത മാറ്റത്തിന്റെ തുടക്കമാകും. ആ ജീവിതം മാറ്റാൻ നിങ്ങൾ കൂടി ഒരു കാരണക്കാരനാകൂ. ഇനി ജ്യോതിഷ് പ്രകാരം നിങ്ങളുടെ ജനനകുണ്ടലി, ദശ, അപഹാരഫലങ്ങൾ, ജീവിതത്തിലെ ഒരു പ്രത്യേക ചോദ്യത്തിനുള്ള ഉത്തരം, വിവാഹ പൊരുത്തം, ഇതൊക്കെ ആഴത്തിൽ അറിയണം എന്ന ആഗ്രഹമുള്ളവർ കമന്റ് ബോക്സിൽ ആ വിവരങ്ങൾ ലഭ്യമാണ്. ഈ ആത്മീയ ജ്ഞാനം നിങ്ങളുടെ ജീവിതയാത്രയെ കൂടുതൽ സ്പഷ്ടവും ദൃഢവും ആക്കും. ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ജ്ഞാനം ഒരു വെളിച്ചം പോലെ തുണയ്ക്കും. ഇനി ഗ്രഹങ്ങളുടെ ഊർജ്ജം ചിങ്ങം രാശിക്കാരിൽ ഇപ്പോൾ എങ്ങനെ ചലിക്കുന്നു എന്ന് ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാം. ഈ ഗ്രഹചലനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഓരോ അലയൊടിയിൽ നിങ്ങൾക്ക് ശരിയായ വിധം മനസ്സിലാക്കാൻ കഴിയൂ. ഗ്രഹങ്ങളുടെ ചലനം, ഇത് ഒരു ശാസ്ത്രം മാത്രമല്ല, ഇത് ഒരു ദൈവിക ഭാഷയാണ്. ആ ഭാഷ വായിക്കാൻ അറിയുന്ന ആൾക്ക് ജീവിതം ഒരു തുറന്ന ഗ്രന്ഥം പോലെ ആകും. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ്. ഈ ഭൂമണ്ഡലത്തിൽ ജ്വലിക്കുന്ന ശക്തിയുടെ, അധ്യക്ഷസ്ഥാനത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ കാരകൻ. ആ സൂര്യൻ നിങ്ങൾക്ക് ഒരു അദ്വിതീയ ആത്മശക്തി നൽകിയിട്ടുണ്ട്. ആ ശക്തി ഇനി ഗ്രഹ ഊർജവുമായി ഒരുമിക്കുന്ന ഈ സവിശേഷ ഘട്ടം, ഇത് ചിങ്ങം രാശിക്കാരുടെ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമാണ്. ഗുരു അഥവാ വ്യാഴം. ഈ ഗ്രഹം ഒരു ദൈവദൂതൻ പോലെ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ദൈദീപ്യ പ്രകാശം പരത്തുന്നുണ്ട്. ഗുരുവിന്റെ ദൃഷ്ടി ഒരിക്കൽ ഒരു ഭവനത്തിൽ പതിഞ്ഞാൽ ആ ഭവനം ഉയരും, ആ ജീവിതം ഉയരും. ഇപ്പോൾ ഗുരുഭഗവാൻ ചിങ്ങം രാശിക്കാരുടെ ധനസ്ഥാനം, കർമ്മസ്ഥാനം, ആരോഗ്യസ്ഥാനം ഇവ ഒക്കെ ഒരേ സമയം ദർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇതിനർത്ഥം ഒന്നൊന്നായി ഈ മേഖലകളിൽ അനുഗ്രഹം വന്നു ചേരാൻ ഗ്രഹങ്ങൾ തയ്യാറെടുക്കുന്നു എന്നാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി ചിങ്ങം രാശിക്കാരിൽ ഒരു ആഴത്തിലുള്ള ജ്ഞാനത്തിന്റെ ഉണർവ് ഉണ്ടാക്കും. ഒരു തീരുമാനം, ഒരു ചിന്ത, ഒരു ആശയം ഏതെങ്കിലും ഒരു നിർണായക ഇടവേളയിൽ ഉദിക്കും. ആ ഉദിക്കുന്ന ആശയം ഒരിക്കലും അവഗണിക്കരുത്. ഗുരുഭഗവാൻ അതിലൂടെ നിങ്ങൾക്ക് ഒരു സൂചന നൽകുകയാണ്. ആ സൂചന പ്രകാരം ജീവിതം ക്രമീകരിക്കുന്ന ആൾ ഒരു വലിയ ഉന്നതിയിലേക്ക് ഉയരും. 100%. ഗുരുഭഗവാൻ ഒരിക്കൽ നൽകിയ ഒരു ഉപദേശം ഓർക്കൂ, ജ്ഞാനം ഉള്ളിൽ ഉണ്ടെങ്കിൽ ലോകം ഒരു ഗുരുദക്ഷിണ അർപ്പിക്കും. ചിങ്ങം രാശിക്കാർ ആ ജ്ഞാനം ഉള്ളവർ ആണ്. ആ ജ്ഞാനം ഇനി ഒരു ഫലം പ്രദാനം ചെയ്യും. ആ ഫലം ഐശ്വര്യമോ അംഗീകാരമോ ഒരു ഉന്നത പദവിയോ ആകാം. ഓരോരുത്തരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ഒന്ന്. ഗുരുദൃഷ്ടി ആ ഒന്നിനെ ത്വരിതപ്പെടുത്തുന്നു. ശനി ഭഗവാൻ.
ഇദ്ദേഹം ഒരു ദ്വന്ദ്വ സ്വഭാവം ഉള്ള ഗ്രഹമാണ്. ശനി ഒരേ സമയം ഒരു ഗുരുവും ഒരു പരീക്ഷകനുമാണ്. ചിങ്ങം രാശിക്കാർക്ക് ശനി ഭഗവാൻ ഇപ്പോൾ ഒരു കർമ്മദർപ്പണം മുൻപിൽ വയ്ക്കുന്ന ഘട്ടത്തിലാണ്. ആ ദർപ്പണത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത ഓരോ കർമ്മവും, ഒഴിവാക്കിയ ഓരോ ഉത്തരവാദിത്വവും, ഓരോ ഉദ്ദേശ്യവും പ്രതിഫലിക്കുന്നുണ്ട്. ശനി ഭഗവാൻ ഒരിക്കലും ദ്രോഹം ചെയ്യുകയല്ല. ശനി ഒരു ഗുരു ആണ്, കഠിനനായ ഗുരു. ആ ഗുരുവർ ശക്തിയിലൂടെ, ഒരു ധൃതതയിലൂടെ, ഒരു ക്ഷമയിലൂടെ നിങ്ങളെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ ഉന്നതി ഒരു ഒറ്റ രാത്രിയിൽ ഉണ്ടാകുകയില്ല. ചുവടുകൾ വച്ച് ധൃതതയോടെ, ക്ഷമയോടെ നടക്കുന്ന ആൾക്ക് ആ ഉന്നതി ഉറപ്പാണ്. ചിങ്ങം രാശിക്കാർ ആ ക്ഷമ ഇതിനകം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ക്ഷമയ്ക്ക് ഇനി ഒരു ഉത്തരം ലഭിക്കും. ശനി ഭഗവാൻ ഇപ്പോൾ ഒരു വിശേഷ സ്ഥാനത്ത് ചലിക്കുന്നുണ്ട്. ഈ ചലനം ചിങ്ങം രാശിക്കാരുടെ ഭൂതകാലത്തെ ഒരു അവലോകനം ചെയ്യുന്ന ഘട്ടമാണ്. ഭൂതകാലത്ത് നിങ്ങൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നന്മ, ഒരു പ്രധാനപ്പെട്ട ത്യാഗം. ആ ത്യാഗം ഒരിക്കലും ദൈവം മറക്കുകയില്ല. ആ ത്യാഗത്തിന്റെ ഫലം ഇനി ഒരു ഐശ്വര്യധാരയായി തിരിച്ചുവരും. ആ ധാര ഒരു ആകസ്മിക ഭാഗ്യം ആകാം, ഒരു അപ്രതീക്ഷിത അവസരം ആകാം, ഒരു ആഗ്രഹ സഫലീകരണം ആകാം. ഇനി രാഹുകേതു, ഈ ഛായാഗ്രഹങ്ങൾ ഒരു കർമ്മ ധൂമകേതു പോലെയാണ്. ഇവ ചലിക്കുന്ന ഭവനങ്ങൾ ഒരു ശക്തമായ കർമ്മ ഊർജം കൊണ്ട് നിറഞ്ഞ് ആകും. ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ രാഹുവും കേതുവും ഒരു അത്ഭുതകരമായ സ്ഥാനത്താണ്. ഈ സ്ഥാനം ഒരു ബ്രഹ്മഹരണ ഘട്ടമാണ്. ഇതിനർത്ഥം ഇതുവരെ നിങ്ങൾ ശരിയെന്ന് കരുതിയ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രകാശദൃഷ്ടിയിൽ നോക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകും. ഈ ബ്രഹ്മഹരണം ഒരു ദൈവദത്ത ദാനമാണ്. ഒരു സത്യം കാണുന്ന കണ്ണ്, ഒരു വ്യക്തിയെ ശരിക്ക് മനസ്സിലാക്കാൻ ഉള്ള ക്ഷമ, ഇവ ഒക്കെ ഈ ഘട്ടത്തിൽ ശക്തിപ്പെടും. ജീവിതത്തിൽ ഒരിക്കൽ ഒരു നഷ്ടം ഉണ്ടായി. ഒരു ആളെ, ഒരു അവസരത്തെ, ഒരു ബന്ധത്തെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ആ വേദന ഇപ്പോഴും ഉള്ളിൽ ഉണ്ടോ? ആ വേദനയ്ക്ക് ഒരു ഉത്തരം ഇനി ഉണ്ടാകും. ആ ഉത്തരം ആ വേദനയ്ക്ക് ഒരർത്ഥം നൽകും. കേതു, ഈ ഗ്രഹം ഒരു ആത്മജ്ഞാനത്തിന്റെ ദ്വാരമാണ്. കേതുവിന്റെ ദൃഷ്ടി ഒരു ആത്മ ഉണർവ് ഉണ്ടാക്കും. ചിങ്ങം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ആഴത്തിലുള്ള ആത്മ ഉൾക്കാഴ്ചയ്ക്ക് യോഗ്യരാണ്. ഒരു ദൈവദർശനം, ഒരു ധ്യാനാനുഭവം, ഒരു ഉറക്കത്തിലെ ദർശനം, ഇവ ഒക്കെ ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തം ആകും. ആ ദർശനങ്ങളെ ഒരിക്കലും അലക്ഷ്യം ആക്കരുത്. ആ ദർശനങ്ങൾ ഒരു ദൈവ സന്ദേശമാണ്. ഈ ഗ്രഹ ഊർജങ്ങൾ ഒരുമിച്ച് ചലിക്കുന്ന ഈ ഘട്ടം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു കർമ്മ ഭൂകമ്പം ഉണ്ടാക്കും. ആ ഭൂകമ്പം ഒരു ഭയാനകമായ സംഭവമാണ് എന്ന് കരുതരുത്. ഒരു ഭൂകമ്പം ഭൂമിയുടെ ഉള്ളിൽ ഉള്ള ഊർജം പുറത്ത് ആകാൻ ഉള്ള ഒരു പ്രകൃതിക്രിയ ആണ്. അതേപോലെ ഈ കർമ്മ ഭൂകമ്പം ചിങ്ങം രാശിക്കാരുടെ ഉള്ളിൽ ഉള്ള ഒരു ഒളിഞ്ഞ ശക്തിയെ, ഒരു ഒളിഞ്ഞ പ്രതിഭയെ, ഒരു ഒളിഞ്ഞ ഭാഗ്യത്തെ ഒരു തുറന്ന ലോകത്ത് കൊണ്ടുവരും. ആ ലോകം ആദ്യം ഒരൽപ്പം ഞെട്ടൽ ഉണ്ടാക്കും. പക്ഷേ ആ ഞെട്ടലിനു ശേഷം ഒരു ആഴത്തിലുള്ള ശാന്തി അനുഭവപ്പെടും. ആ ശാന്തിയിൽ നിൽക്കുന്ന ആൾ ഒരു പുതിയ ലോകം കാണും. ഒരു പുതിയ ചിങ്ങം ജനിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ, ഈ കാർമ്മിക ഊർജത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ ചില ആത്മീയ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് വെറും ആചാരങ്ങളല്ല. ഇത് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള, നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള ദൈവീക താക്കോലുകളാണ്. ചിങ്ങം രാശിക്കാരെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സൂര്യദേവനെ പ്രതിദിനം നമസ്കരിക്കുകയാണ്. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യൻ തന്നെയാണ്. അദ്ദേഹം നിങ്ങളുടെ ആത്മശക്തിയുടെ, അധികാരത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ ദേവൻ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു ചെമ്പ് പാത്രത്തിൽ ജലം നിറച്ച് അതിൽ ഒരു നുള്ളു ചുവന്ന ചന്ദനം ചേർത്ത് കിഴക്ക് ദിക്കി നോക്കി നിന്ന് ആ ജലം സൂര്യദേവന് അർപ്പിക്കുക. ഓരോ തുള്ളി ജലവും അർപ്പിക്കുമ്പോഴും മനസ്സിൽ ഒരു ആഗ്രഹം ഉറപ്പിക്കുക. ആ ആഗ്രഹം നിറഞ്ഞ മനസ്സോടെ ഒരു നിമിഷം കണ്ണടച്ച് സൂര്യദേവന്റെ ഊർജം നിങ്ങളിലേക്ക് ആഗിരണം ചെയ്യുന്നതായി ഭാവന ചെയ്യുക. ഈ ഒരു ചെറിയ പ്രവൃത്തി, ഈ ഒരു ശീലം അടുത്ത 40 ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. ആ മാറ്റം നിങ്ങൾ സ്വയം അനുഭവിക്കും. ഞായറാഴ്ചകൾ ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ്. ആ ദിവസം ഒരു ക്ഷേത്രത്തിൽ പോകുക. സൂര്യക്ഷേത്രമോ ശിവക്ഷേത്രമോ ഭഗവതി ക്ഷേത്രമോ ആകട്ടെ, ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിലേക്കുള്ള വഴികൾ പലതാണ്. ക്ഷേത്രത്തിൽ ചെന്ന് ഒരു നിമിഷം നിശബ്ദമായി ഇരിക്കുക. മനസ്സ് ശാന്തമാക്കുക. ആ ശാന്തിയിൽ ദൈവത്തോട് ഒരു ആത്മാലോചന നടത്തുക. എന്റെ ജീവിതത്തിൽ ഇനി നന്മ മാത്രമുണ്ടാകണം, ആ നന്മ ഞാൻ ചുറ്റുമുള്ളവർക്കും പകരും എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുക. ഈ ഒരു സങ്കല്പം, ഈ ഒരു പ്രതിജ്ഞ ദൈവീക ലോകത്തിൽ ഒരു ശക്തമായ തരംഗം സൃഷ്ടിക്കും. ഇനി കർമ്മ ശുദ്ധീകരണത്തിന്റെ കാര്യം പറയാം. ചിങ്ങം രാശിക്കാർ പലപ്പോഴും അഹങ്കാരത്തിന്റെ ഒരു നേർത്ത ആവരണം പേറുന്നവരാണ്. ഇത് ദോഷമൊന്നുമല്ല, ഇത് നിങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ്. പക്ഷേ ഈ ആവരണം ചിലപ്പോൾ നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദരിദ്രനോ, ഒരു വൃദ്ധനോ, ഒരു കുട്ടിക്കോ ഒരു ചെറിയ സഹായം ചെയ്യുക.
ഭക്ഷണം കൊടുക്കുക, ഒരു വസ്ത്രം കൊടുക്കുക, ഒരു ചെറിയ തുക സഹായിക്കുക. ഈ ദാനം നിങ്ങളുടെ കർമ്മബാധ്യതകൾ ലഘൂകരിക്കും. ശനി ഭഗവാൻ ദാനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദേവൻ. ശനിയുടെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഈ ദാനം ഇരട്ടി ഫലം തരും. ഗുരുഭഗവാന്റെ ഊർജം ശക്തിപ്പെടുത്താൻ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു ബ്രാഹ്മണനോ ഒരു ഗുരുവിനോ ഒരു ജ്ഞാനിക്കോ ഭക്ഷണം കൊടുക്കുക. ഗുരു ഭഗവാൻ ഗുരുശ്രേണിയെ ഏറ്റവും ബഹുമാനിക്കുന്ന ദേവൻ. ആ ബഹുമാനം കാണിക്കുമ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം ഇരട്ടിയാകും. കൂടാതെ വ്യാഴാഴ്ചകളിൽ ഓം ഗ്രം ഗ്രീം ഗ്രൗം സഗുരവേ നമ എന്ന മന്ത്രം 29 തവണ ജപിക്കുക. ഈ മന്ത്രജപം നിങ്ങളുടെ ബുദ്ധിയെ, വിവേകത്തെ, ജ്ഞാനത്തെ കൂർപ്പിക്കും. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഊർജ്ജം നിങ്ങളെ സഹായിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട ആത്മീയ ഉപദേശം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരോടെങ്കിലും കോപം കൊണ്ടിരിക്കുന്നുണ്ടോ? ആരോടെങ്കിലും ഉള്ളിൽ ഒരു പകയോ ഒരു നീരസമോ ഒരു ദുഃഖമോ സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഭാരം ഇന്നു തന്നെ ഇറക്കിവെക്കുക. ക്ഷമ എന്നത് ദൗർബല്യമല്ല. ക്ഷമ എന്നത് ഒരു ആത്മശക്തിയാണ്. ക്ഷമിക്കുന്ന ആൾ ആ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. ക്ഷമിക്കാത്ത ആൾ ആ ബന്ധനം തുടർന്നും പേറുന്നു. ചിങ്ങം രാശിക്കാരെ, നിങ്ങൾ ഒരു സിംഹമാണ്. ഒരു സിംഹം ചെറിയ ഭാരങ്ങൾ ചുമക്കില്ല. ആ പഴയ ദേഷ്യങ്ങൾ, ആ പഴയ വേദനകൾ, ആ പഴയ ബന്ധനങ്ങൾ, അവയെല്ലാം ഇവിടെ ഇറക്കിവെക്കൂ. ആ ഭാരമില്ലാത്ത ആത്മാവുമായി മുന്നോട്ടു നടക്കുക. ആ നടത്തം നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകും. ഇനി ഒരു ലളിതമായ പക്ഷേ അത്യന്തം ശക്തമായ ഒരു ആത്മീയ പ്രവൃത്തി പറയാം. ഓരോ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപ് ആ ദിവസം നടന്ന ഒരു നല്ല കാര്യം ഓർക്കുക. ഒരു ചെറിയ കൃതജ്ഞതയോടെ ഈ ദിവസം നന്നായി കഴിഞ്ഞു, ഇനിയും നന്നായി കഴിയണം എന്ന് മനസ്സിൽ പറഞ്ഞു ഉറങ്ങുക. കൃതജ്ഞതയുടെ ഊർജം ആകാശഗോളങ്ങൾ കേൾക്കുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷ സംസാരിക്കുന്ന ആൾക്ക് ഗ്രഹങ്ങൾ സ്വയം അനുകൂലമാകും. ഇത് ഒരു ആത്മീയ സത്യമാണ്. ഈ ഒരു ശീലം ആരംഭിക്കൂ, ഫലം നിങ്ങൾ ഉടൻ കാണും. ഒരു കാര്യം കൂടി, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരെയെങ്കിലും ജ്ഞാനം ഉള്ള ഒരു ഗുരുവിനെ കണ്ടെത്തിയാൽ ആ ഗുരുവിനെ ബഹുമാനിക്കുക. ഗുരു ഭഗവാൻ ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ഒരു ജ്ഞാനഗുരുവിനെ അയക്കുന്ന കാലഘട്ടമാണ്. ആ ഗുരു ഒരു ആത്മീയ ഗുരുവോ ഒരു ജീവിത ഉപദേഷ്ടാവോ ഒരു അനുഭവസമ്പന്നനായ മനുഷ്യനോ ആകാം. ആ ഗുരു നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കുക. ആ ഉപദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റും. ഇനി നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഭാഗത്തിലേക്ക് വരാം. ജോലിയും തൊഴിലും പണവും. ഈ 3 മേഖലകളിലും ചിങ്ങം രാശിക്കാർക്ക് ഇനി എന്തൊക്കെ സംഭവിക്കും? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഗ്രഹനക്ഷത്ര ചലനങ്ങൾ വളരെ സ്പഷ്ടമായി പറയുന്നു. ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ കാലഘട്ടം ഒരു ദൈവദൂതൻ കൊണ്ടുവരുന്ന ഒരു സന്ദേശം പോലെയാണ്. ഗുരു ഭഗവാൻ നിങ്ങളുടെ ദശമഭാവത്തിൽ, കർമ്മഭാവത്തിൽ ഒരു ശക്തമായ ദൃഷ്ടി ചൊരിയുന്ന ഈ സമയം ഉദ്യോഗസ്ഥാനത്ത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട മാറ്റം ദർശിക്കും. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ ചെയ്ത കഠിനമായ പ്രവൃത്തി, നിങ്ങൾ ചൊരിഞ്ഞ വിയർപ്പ്, നിങ്ങൾ ഉറക്കമൊഴിഞ്ഞ രാത്രികൾ, ഇവ ഒന്നും ദൈവം കണ്ടില്ലെന്ന് ഭാവിച്ചിട്ടില്ല. ഓരോ കഠിനാധ്വാനവും ഒരു ദൈവീക കണ്ണ് കണ്ടുകൊണ്ടിരുന്നു. ഇനി ആ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കാൻ സമയമായി. ഉദ്യോഗ മേഖലയിൽ ഉടൻ ഒരു സ്ഥാനക്കയറ്റത്തിന്റെ, ഒരു ഉത്തരവാദിത്ത വർധനവിന്റെ അല്ലെങ്കിൽ ഒരു ശമ്പള വർധനവിന്റെ ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. ഈ ചർച്ചയിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ, വ്യക്തതയോടെ സ്വന്തം നിലപാട് പ്രകടിപ്പിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഭയം കൊണ്ട് പിൻവാങ്ങരുത്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ആ ഊർജം ഉപയോഗിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം. ജോലി സ്ഥലത്ത് ചില പ്രതിയോഗികൾ ഉണ്ടാകാം. ഉദ്യോഗ മേഖലയിൽ ചിങ്ങം രാശിക്കാർ ഉയരുന്നത് കാണുന്ന ചിലർ ഉള്ളിൽ അസൂയ പൂണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ആ ശ്രമങ്ങൾ പരാജയപ്പെടും. ഇത് ഉറപ്പാണ്. കാരണം ഗ്രഹബലം ഇപ്പോൾ നിങ്ങൾക്ക് ഒപ്പമാണ്. പക്ഷേ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. ആരുടെ മുന്നിലും നിങ്ങളുടെ ഭാവി പദ്ധതികൾ തുറന്നു പറയരുത്. ഏത് കാര്യത്തിലും ഒരു ദൃഢനിശ്ശബ്ദത പാലിക്കുക. ആ നിശ്ശബ്ദതയിൽ ഒരു ചീറ്റ ഒരു ഇരയ്ക്ക് നേരെ ഓടുന്നതുപോലെ ഒരേ ഒരു ലക്ഷ്യം നോക്കി ഓടുക. ഇനി 7 ദിവസം മുതൽ 14 ദിവസം വരെ ജോലി മേഖലയിൽ എന്ത് സംഭവിക്കും? ആദ്യ 7 ദിവസം ഒരു തയ്യാറെടുപ്പിന്റെ കാലഘട്ടമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജോലി കൂടുതൽ ശ്രദ്ധയോടെ, കൂടുതൽ കൃത്യതയോടെ ചെയ്യുക. ഒരു ചെറിയ അബദ്ധം പോലും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. ആദ്യ 7 ദിവസം ചില പ്രധാനപ്പെട്ട ആളുകൾ, ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ ഒരു ക്ലയന്റോ ഒരു ബിസിനസ് പങ്കാളിയോ നിങ്ങളെ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ ഒരു വലിയ അവസരത്തിന്റെ ആദ്യ കദമ്പം. 7 ദിവസം കഴിഞ്ഞ് 14-ാം ദിവസം ആകുന്നതോടെ ആ ശ്രദ്ധ ഒരു ഔദ്യോഗിക കമ്മ്യൂണിക്കേഷനായോ ഒരു ക്ഷണമായോ ഒരു ഓഫറായോ ഒരു തീരുമാനമായോ രൂപാന്തരപ്പെടാം. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾ ഏതൊരു കൂടിക്കാഴ്ചയ്ക്കും, ഏതൊരു അഭിമുഖത്തിനും, ഏതൊരു ചർച്ചയ്ക്കും സമയം പാലിക്കുക. സമയനഷ്ടം ഈ ഒരു ഗ്രഹകാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദോഷമാണ്. ഗ്രഹങ്ങൾ ഒരു ദ്വാരം തുറക്കും. ആ ദ്വാരത്തിലൂടെ കടക്കണമെങ്കിൽ ആ ദ്വാരം അടയുന്നതിന് മുൻപ് ഓടി അടുക്കണം. ആ ഓട്ടം ഇപ്പോൾ ആരംഭിക്കുക. ഇനി ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാരുടെ കാര്യം. ഈ കാലഘട്ടം ബിസിനസ് മേഖലയിൽ ഒരു ഉണർച്ചയുടെ, ഒരു വളർച്ചയുടെ, ഒരു വ്യാപനത്തിന്റെ കാലമാണ്.
ഇക്കഴിഞ്ഞ ചില മാസങ്ങളിൽ ബിസിനസ് കുറച്ച് ഇടർച്ചകൾ നേരിട്ടിരുന്നെങ്കിൽ ആ ഇടർച്ചകൾ അവസാനിക്കുകയാണ്. ഒരു ദൈവീക കൈ ആ ഇടർച്ചകൾ മാറ്റി ഒരു സുഗമപാത തുറക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ബിസിനസ് വ്യാപിപ്പിക്കാൻ, ഒരു പുതിയ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ആരംഭിക്കാൻ, ഒരു പുതിയ ബ്രാഞ്ച് തുറക്കാൻ, ഒരു പുതിയ ഭൂമിശാസ്ത്ര മേഖലയിൽ കടക്കാൻ ഗ്രഹബലം ഏറ്റവും അനുകൂലമാണ്. ഈ ദൈവദൂതൻ കൊണ്ടുവന്ന ഒരു അനുകൂല കാറ്റ് ഉപയോഗിക്കൂ. ആ കാറ്റിൽ നിങ്ങളുടെ ബിസിനസ് ഒരു കപ്പൽ പോലെ ഓടട്ടെ. ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക്. ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ പങ്കാളിത്ത ഓഫർ വരാം. ഒരു പുതിയ ആൾ ബിസിനസ് ഒരുമിച്ച് ചെയ്യാൻ വരാം. ആ ഓഫർ ഉടൻ സ്വീകരിക്കരുത്. ഒരു ആഴ്ചയെങ്കിലും ആലോചിക്കുക. ആ ആൾ ആരാണ്? ആ ആളുടെ ഭൂതകാലം എന്ത്? ആ ആളിന്റെ ഉദ്ദേശ്യം എന്ത്? ഇവ സൂക്ഷ്മമായി പഠിക്കുക. ഒരു ദ്രുതഗതിയിലുള്ള തീരുമാനം ഒരു ദ്രുതഗതിയിലുള്ള ദുഃഖത്തിലേക്ക് നയിക്കരുത്. ഇനി പണം, ധനം, ആർത്ഥിക നിലവാരം, ഈ മേഖലയിൽ ചിങ്ങം രാശിക്കാർക്ക് ഈ കാലഘട്ടം ഒരു ദൈവ സൗഭാഗ്യത്തിന്റെ കാലമാണ്. ഇക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ആർത്ഥിക ഒഴുക്ക് ശക്തമാണ്. പ്രണയത്തിന്റെ കാര്യത്തിൽ യുകയാണെങ്കിൽ ചിങ്ങക്കാർക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ഊർജം അനുഭവപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഹൃദയത്തിന്റെ ഏതോ ആഴത്തിൽ ഒരു മൃദുലമായ സ്പർശം അനുഭവിക്കുന്നതുപോലെ. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്നേഹം ഇനി ഒരുപക്ഷേ വാക്കുകളിലേക്ക് രൂപാന്തരം പ്രാപിക്കാൻ പോകുകയാണ്. ശുക്രഗ്രഹം ഈ സമയം ഒരു വലിയ ദാതാവിനെപ്പോലെ ചിങ്ങനാഥർക്ക് നിൽക്കുകയാണ്. പ്രണയം ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം ഈ ഘട്ടത്തിൽ ഒരു വലിയ സ്വപ്നമായി ഉറങ്ങിക്കിടക്കുകയല്ല, മറിച്ച് ജാഗ്രതായ ഒരു യാഥാർത്ഥ്യമായി ഉദിക്കാൻ തുടങ്ങുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചിങ്ങക്കാർ ശ്രദ്ധിക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നുവരും. ആ വ്യക്തി ആദ്യം ഒരു സൗഹൃദത്തിന്റെ രൂപത്തിലായിരിക്കും. ഒരു ലളിതമായ സംഭാഷണം, ഒരു ചെറിയ കണ്ടുമുട്ടൽ, ഒരു നിമിഷം. ആ നിമിഷം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം ആ കണ്ടുമുട്ടലിനു പിന്നിൽ ഗ്രഹങ്ങളുടെ ഒരു ദൈവിക ക്രമീകരണം ഉണ്ടാവും. ഇത് യാദൃശ്ചികമല്ല. ഇത് ആത്മകർമ്മത്തിന്റെ ഭാഗമാണ്. ഇതിനകം പ്രണയബന്ധത്തിൽ ഉള്ളവർക്ക് ഈ ഘട്ടം ഒരു അഗ്നിപരീക്ഷ കൂടിയാണ്. ചില തെറ്റിദ്ധാരണകൾ, ചില അകൽച്ചകൾ, ചില നിശബ്ദ വേദനകൾ, ഇതൊക്കെ ഇപ്പോൾ ഉപരിതലത്തിലേക്ക് വരും. പക്ഷേ ഭയക്കേണ്ടതില്ല. കാരണം ഈ ചൂടിൽ കൂടെ കടന്നുപോകുമ്പോഴാണ് ഒരു ബന്ധം ശുദ്ധമായ സ്വർണമായി തിളങ്ങുന്നത്. ഒരു ബന്ധം ഇളകുന്നുണ്ടെങ്കിൽ ആ ഇളക്കം അതിന്റെ ദൗർബല്യമല്ല, ശക്തിയുടെ തുടക്കമാണ്. ഒന്ന് ക്ഷമയോടെ കാക്കൂ. ഒന്ന് കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കൂ. ആ ഒറ്റ ചുവടുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. വിവാഹ കാര്യത്തിൽ ദീർഘകാലമായി ഈ ആഗ്രഹം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചിങ്ങക്കാർക്ക് ഇനി ഒരു നല്ല വഴിത്തിരിവ് ഉണ്ടാകും. ഗുരുഭഗവാന്റെ ദൃഷ്ടി 7ാം ഭാവത്തിൽ പതിക്കുന്ന ഈ ഘട്ടത്തിൽ വിവാഹ ആലോചനകൾ ഗൗരവമായ ചർച്ചകളിലേക്ക് നീങ്ങും. ഒരു ബന്ധം ഉറപ്പിക്കപ്പെടും. ഒരു കുടുംബം ഒത്തുവരും. ഒരു ജോഡി ഒരൊറ്റ ഹൃദയമായി തുടിക്കാൻ തുടങ്ങും. ഇത് ആ നക്ഷത്രസ്ഥിതിയുടെ ഏറ്റവും വലിയ ദാനമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളവർക്ക് ചില ഘർഷണങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഇത് ഒരു ദൈവിക ശ്രദ്ധ ആകർഷണം കൂടിയാണ്. ബന്ധത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകൂ എന്ന ഗ്രഹസൂചന. ഇണയോട് ഒന്ന് ക്ഷമിക്കൂ. ഒന്ന് കൂടി മനസ്സിലാക്കൂ. ഒന്ന് ആ ബന്ധത്തിലേക്ക് ഹൃദയം കൊണ്ട് കടക്കൂ. അപ്പോൾ ദൈവം ആ ബന്ധത്തെ ഇരട്ടി ശക്തിയോടെ ഉറപ്പിക്കും. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ദീർഘകാലമായി ഒരു അകൽച്ച അനുഭവിക്കുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ഈ ഘട്ടത്തിൽ ഉരുകിച്ചേരും. ഒരു ഫോൺ വിളി, ഒരു കണ്ടുമുട്ടൽ, ഒരു ആശ്ലേഷം, അതുമതി. ദൈവം ആ ദൂരം നിർണയിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശ്യം ഇപ്പോൾ പൂർത്തിയായിക്കഴിഞ്ഞു. ഇനി ചേരാനുള്ള സമയമാണ്. ഇനി ഒന്നിക്കാനുള്ള ദൈവഹിതമാണ്. മക്കളുടെ കാര്യത്തിൽ ചിങ്ങക്കാർക്ക് ഇക്കാലത്ത് ഒരു നല്ല വാർത്ത ലഭിക്കും. ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഒരു വലിയ നേട്ടം കൈവരിക്കും. ആ നേട്ടം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉത്സവമാണ്. ആ ഉത്സവം ആഘോഷിക്കൂ. കാരണം ആ നേട്ടം അവരുടേതു മാത്രമല്ല, നിങ്ങളുടെ ത്യാഗത്തിൻ്റെതും കൂടിയാണ്. ഇനി ആരോഗ്യ കാര്യങ്ങളിലേക്ക് വരാം. ചിങ്ങം രാശിക്ക് ഈ ഘട്ടത്തിൽ ആരോഗ്യകാര്യത്തിൽ ഒരു ഇരട്ട ദൃഷ്ടി ആവശ്യമാണ്. ഒരു ഭാഗത്ത് ഊർജം കൂടുകയും മറ്റൊരു ഭാഗത്ത് ക്ഷീണം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ശനിഗ്രഹത്തിന്റെ ഒരു ഒളിഞ്ഞ സ്വാധീനം ഷഷ്ഠഭാവത്തിൽ ഒരു ചെറിയ ആരോഗ്യ ഉത്കണ്ഠ ഉണ്ടാക്കിയേക്കാം. ഇത് ഭയക്കേണ്ട ഒരു വലിയ കാര്യമല്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു ദൈവിക സൂചനയാണ്. ഉറക്കക്കുറവ്, തലവേദന, ദഹന സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ, ഇവ ഈ ഘട്ടത്തിൽ ചിലർക്ക് അനുഭവപ്പെടാം. ഇതിന് കാരണം ശരീരം അല്ല, മനസ്സാണ്. ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഉത്കണ്ഠകൾ, ഭാരം, ചിന്തകൾ, ഇവ ശരീരത്തിൽ ഇടിച്ചിറങ്ങുകയാണ്. ഈ ഭാരം ഇറക്കിവെക്കൂ. പ്രാർത്ഥനയിൽ ഏൽപ്പിക്കൂ. ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഭാരം ഏറ്റെടുക്കാൻ സദാ തയ്യാറാണ്. നിങ്ങൾ ആ ഭരോസ കൈമാറൂ. കണ്ണിന്റെ ആരോഗ്യം, ഹൃദയ ആരോഗ്യം ഇക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ചിങ്ങരാശിയുടെ ജ്യോതിഷ ശരീരഭാഗം ഹൃദയമാണ്. ഹൃദയ ആരോഗ്യം പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ജലം ധാരാളം കുടിക്കൂ. പ്രകൃതിയോട് അടുക്കൂ. ഒരു ദിവസം കുറഞ്ഞത് 1 മണിക്കൂർ ശരീരം ചലിക്കട്ടെ. ഇത് ഒരു വൈദ്യ ഉപദേശം മാത്രമല്ല, ഒരു ഗ്രഹ ഉപദേശം കൂടിയാണ്.
ഭക്ഷണ ശ്രദ്ധ ഇക്കാലത്ത് വളരെ പ്രധാനമാണ്. ചൂടുള്ള ഭക്ഷണം, മസാലകൾ ഇക്കാലത്ത് ഒന്ന് കുറക്കൂ. ലളിതമായ ശുദ്ധമായ സാത്വിക ഭക്ഷണം. ഇത് ഈ ഘട്ടത്തിൽ ശരീരത്തിനും ഗ്രഹ ഊർജ്ജ ഒഴുക്കിനും ഒരുപോലെ ഗുണം ചെയ്യും. ആഹാരം ഒരു ഔഷധം കൂടിയാണ്. ആ ഔഷധം ബോധത്തോടെ കഴിക്കൂ. ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർക്ക് ആരോഗ്യ ഊർജ്ജം ക്രമേണ ഉയരും. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ ഒരു ചെറിയ ക്ഷീണം. ആ ക്ഷീണം ഒരു ശുദ്ധീകരണ ഘട്ടമാണ്. ഒരു ദ്രവ്യം ശുദ്ധീകരിക്കുമ്പോൾ ആദ്യം മലിനത പൊങ്ങിവരും, പിന്നെ ശുദ്ധദ്രവ്യം ബാക്കി നിൽക്കും. ഇതും അങ്ങനെ തന്നെ. ഈ ക്ഷീണം കടന്നുപോകട്ടെ. ഇടിവ് കഴിഞ്ഞ് ഒരു ശക്തമായ ആരോഗ്യ ഊർജ്ജം ചിങ്ങക്കാരിൽ വന്നിറങ്ങും. വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഘട്ടം ചിങ്ങ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹ കാലഘട്ടമാണ്. ഗുരുഭഗവാൻ ബുദ്ധിയുടെ ഗ്രഹം, വിദ്യയുടെ ഗ്രഹം. ആ ഗ്രഹം ഇക്കാലത്ത് ചിങ്ങ ജാതകരുടെ ബുദ്ധിഭാവത്തെ സ്പർശിക്കുമ്പോൾ ഒരു ബൗദ്ധിക വിപ്ലവം തന്നെ ഉണ്ടാകും. ദീർഘകാലമായി ഉയറിനടന്ന ഒരു വിഷയം ഇനി ഒരു ക്ഷണം കൊണ്ട് മനസ്സിലാകും. ദീർഘകാലമായി ഉത്തരം ആഗ്രഹിച്ച ഒരു ചോദ്യത്തിന് ഇനി ഉത്തരം ലഭിക്കും. പ്രവേശന പരീക്ഷകൾ, ഉന്നത പഠന അവസരങ്ങൾ, സ്കോളർഷിപ്പ് ഇവ ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർക്ക് ഒരു ദൈവദാനം പോലെ ലഭ്യമാകും. ഒരുമ്പെടൂ. ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന അവസരം ഒരു ജീവിതകാലം ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു ദൈവനിമ്നമാണ്. യാത്ര, വിദേശ അവസരങ്ങൾ. ഈ ഘട്ടത്തിൽ ചിങ്ങ ജാതകർക്ക് ഒരു ദൂരയാത്രയുടെ സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഒരു വലിയ ദൂരത്തേക്ക്, ഒരുപക്ഷേ ഒരു പുതിയ ദേശത്തേക്ക്, ഒരു പുതിയ ലോകത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ചുവടുമാറ്റം നടത്തിയേക്കും. ദശകങ്ങളായി ഒരു സ്വപ്നമായി കൊണ്ടുനടന്ന ഒരു വിദേശ ആഗ്രഹം ഇക്കാലത്ത് ഒരു ഗ്രഹസ്ഥിതി കൂടിയാണ്. വിദേശ ബന്ധങ്ങൾ, വിദേശ സ്ഥാപനങ്ങൾ, വിദേശ സ്ഥലത്തുള്ള ഒരു ബന്ധുവിൽ നിന്ന് ഒരു ക്ഷണം. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ആകാശഗ്രഹ ചലനങ്ങൾ ചിങ്ങ ജാതകർക്ക് ഒരുക്കിവെക്കുന്ന ഭൂമിക കൂടിയാണ്. ഈ ക്ഷണം സ്വീകരിക്കൂ. ഈ വഴി തിരഞ്ഞെടുക്കൂ. ഭയം ഇവിടെ ഒരു ഉപദേഷ്ടാവ് ആകേണ്ടതില്ല. ദൈവം ഈ വഴി കാണിക്കുന്നത് ഒരു ഉദ്ദേശ്യത്തോടെ ആണ്. ഒളിഞ്ഞ അപകടങ്ങളുടെ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ചിലർ നിങ്ങളോട് ചേർന്ന് നടക്കും. ഒരു പുഞ്ചിരിയുമായി, ഒരു ഉദ്ദേശ്യത്തോടെ. ആ ഉദ്ദേശ്യം ഒരുപക്ഷേ നിങ്ങളെ ഉദ്ദേശിച്ചല്ല. ഒരു ബന്ധം, ഒരു ആഗ്രഹം, ഒരു സ്വാർത്ഥത. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ശ്രദ്ധയോടെ നോക്കണം. ആർക്കും ഹൃദയം തുറക്കുന്നതിൽ മുൻ തീരുമാനം ആകട്ടെ. ആർക്കും അതിരുകൾ ഇല്ലാത്ത വിശ്വാസം കൊടുക്കുന്നതിൽ ഒന്ന് ശ്രദ്ധ ആകട്ടെ. ഇനി ഒരു അദ്ഭുതമാണ് പറയാനുള്ളത്. ഒരു ഞെട്ടലാണ്. ഒരു ബ്രഹ്മാണ്ഡ ചലനം. ഒരൊറ്റ ജന്മകാലത്ത് ഒരിക്കൽ മാത്രം ആകാശം ഈ ക്രമം കൈവരിക്കും. ആ ക്രമം ഇപ്പോൾ ചിങ്ങ ജാതകർക്ക് വേണ്ടി നടക്കുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിൽ ഒരു സങ്കല്പം ഉണ്ട്. ഗ്രഹമഹായോഗം. ചില ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൈവിക ഊർജ്ജ ഭ്രമണം. ആ ഭ്രമണം ഒരു ജോൻ ജ്വലനത്തിന് തുല്യമാണ്. ഒരു ജ്ഞാനജ്വലനം, ഒരു ഭാഗ്യജ്വലനം, ഒരു ആത്മ ഉണർവ്. ഇപ്പോൾ ചിങ്ങ ജാതകർക്ക് ആ ജ്വലനം ആരംഭിക്കുകയാണ്. ഈ ജ്വലനം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുതരം ആഗ്നേയ ശക്തി ചിങ്ങക്കാരിൽ കടന്നുവരും. ദശകങ്ങളായി ഉള്ളിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹം ഒരൊറ്റ ദൈവ ഇടപെടലിൽ ഒരു നിലവൃക്ഷം പോലെ പൂത്തുലഞ്ഞു നിൽക്കും. ഇത് ഒരു ഭ്രമമല്ല. ഇത് ഒരു ദൈവിക ക്രമമാണ്. ഗുരു, ശനി, രാഹു ഈ 3 ഗ്രഹശക്തികൾ ഒരേ സമയം ചിങ്ങ ജാതകരുടെ ജീവിതത്തിൽ ഒരു ത്രിശൂല ഊർജ്ജ ആഘാതം ഏൽപ്പിക്കുകയാണ്. ഈ ആഘാതം ഒരു നാശമാണോ? ഒരിക്കലും ഇല്ല. ഈ ആഘാതം ഒരു ഉദ്ഘോഷണമാണ്. ഒരു ഉണർത്തൽ, ഒരു ആഹ്വാനം, ഒരു ദൈവശബ്ദം. ആ ശബ്ദം ഇന്ന് ചിങ്ങ ജാതകരോട് ഉറക്കെ പറയുകയാണ്: നിങ്ങൾ ഒരുങ്ങൂ, നിങ്ങൾ ഉണരൂ, നിങ്ങളുടെ ഘട്ടം ഇപ്പോൾ ആണ്. ഈ ജ്യോതിഷ ചക്രഭ്രമണത്തിൽ ചിങ്ങ ജാതകർ ഒരു ഉത്കടമായ ആത്മ ഉണർവ് അനുഭവിക്കും. ദശകങ്ങൾ ഉറക്കമുണ്ടായ ഒരു ആത്മശക്തി ഇപ്പോൾ ഒരു ഭ്രമിക്കുന്ന ഗ്രഹ ഊർജ്ജ സ്പർശം കൊണ്ട് ജാഗ്രത ആകും, ഉണരും, ഉദിക്കും. ഈ ഘട്ടത്തിൽ ചിങ്ങ ജാതകർ ഒരു ആഴത്തിലുള്ള ആന്തരിക മൗനം അനുഭവിച്ചേക്കാം. ഒരു ശൂന്യതയുടെ ഒരു ഭ്രമം, ഒരു വലിയ ചോദ്യം: ഞാൻ ആരാണ്? ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഈ ജീവിതം എന്തിനു വേണ്ടിയാണ്? ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു ബലഹീനതയല്ല. ഈ ചോദ്യങ്ങൾ ഒരു ആത്മ ഉണർവിന്റെ ആദ്യ ലക്ഷണമാണ്. ഒരു ചേരി ഉദ്ഭൂതഘട്ടം, ഒരു ദൈവ അന്വേഷണം. ആ അന്വേഷണത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു ഉത്തരം നൽകും. ഈ ഗ്രഹസ്ഥിതി